മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിലൂടെ 1027 തദ്ദേശ സ്ഥാപനങ്ങൾ ശുചിത്വ മികവിലായിട്ടുണ്ട്. 939 പഞ്ചായത്ത്, 83 മുനിസിപ്പാലിറ്റി, 5 കോർപ്പറേഷൻ എന്നിവയാണ് ഇതുവരെ ശുചിത്വ മികവ് കൈവരിച്ചത്. 19,489 പഞ്ചായത്ത് വാർഡും 19,093 നഗരസഭാ വാർഡും ഈ മികവിലേക്ക് എത്തി. 3,060 ടൗണുകൾ ഹരിത പദവി സ്വന്തമാക്കി. മാർക്കറ്റ് പൊതുസ്ഥലം 3,087. അയൽക്കൂട്ടം 2,87,409. വിദ്യാലയങ്ങൾ 14,321. കലാലയങ്ങൾ 1,370. സ്ഥാപനങ്ങൾ 57,201. ടൂറിസം കേന്ദ്രങ്ങൾ 317. ഇവക്കെല്ലാം ഹരിത പദവി ലഭിച്ചു. ഹരിത കർമ്മസേന ഈ സാമ്പത്തിക വർഷം നേടിയത് 348,90,00,000 രൂപയാണ്. 37,134 ഹരിതകർമ്മ സേനാംഗങ്ങളാണ് നമുക്കുള്ളത്. മാലിന്യം വലിച്ചെറിയൽ സംബന്ധിച്ച പരാതി അറിയിക്കുന്നവർക്കുള്ള പാരിതോഷിക തുക ഉയർത്താനും തീരുമാനമായിട്ടുണ്ട്. 9446700800 എന്ന വാട്സപ്പ് നമ്പറിലാണ് പരാതി അറിയിക്കേണ്ടത്. തദ്ദേശ വകുപ്പ് സംഘടിപ്പിക്കുന്ന വൃത്തി 2025 ദേശീയ കോൺക്ലേവ് തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിലൂടെ കൈവരിച്ച മുന്നേറ്റത്തിൻ്റെ ചർച്ചയും ഭാവി ആസൂത്രണവുമാണ് ലക്ഷ്യം. 7 മേഖലകളിലായി 60 സെഷനുകളിൽ 200 വിദഗ്ധർ ആശയങ്ങൾ പങ്കുവെക്കും. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പും തദ്ദേശ സംഭരണ വകുപ്പും സംയുക്തമായി നടത്തി വരികയാണ്. തിരഞ്ഞെടുത്ത ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് വാർഡ് ശുചിത്വ സമിതികളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മാലിന്യമുക്ത ക്യാമ്പയിൻ്റെ ഭാഗമായി എൻഫോഴ്സ് സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അടുത്തിടെയായി ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിക്കുന്നു. ഈ സമയത്ത് ജലജന്യ രോഗങ്ങൾ പടരാനുള്ള സാധ്യതയും കൂടുതലാണ്. കൊതുക് പോലെ അസുഖം പരത്തുന്നവയുടെ ഉറവിടം നശീകരിക്കുന്നത് ഉറപ്പാക്കണം. ശുദ്ധമായ ജലം മാത്രം ഉപയോഗിക്കുക. കെട്ടിക്കിടക്കുന്ന മലിനമായ ജലസ്രോതസ്സുകൾ കണ്ടെത്തേണ്ടതും ഇവിടെ ജനങ്ങൾ ഇറങ്ങാതിരിക്കാൻ ബോർഡുകൾ സ്ഥാപിക്കേണ്ടതുമാണ്.